കേരള തൊഴിലുറപ്പ് പദ്ധതിയുമായി സംബന്ധിച്ച പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ ഗ്രാമീണ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. സംസ്ഥാനത്ത് ഇത് ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിലെ കേരള ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വലിയ മാറ്റങ്ങളും പുതിയ അപ്ഡേറ്റ്സുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ പദ്ധതിയുടെ പ്രവർത്തന രീതിയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഗണ്യമായി മെച്ചപ്പെടുത്തും. പുതിയ അപ്ഡേറ്റുകളുടെ കാതൽ VBG റാംജി എന്ന പേരിൽ നിലവിൽ വരുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ജൂലൈ 1 മുതൽ കേരളത്തിൽ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം സംസ്ഥാനത്തിന്റെ സ്വന്തം മാതൃകയിൽ പ്രവർത്തിക്കുന്ന VBG റാംജി പദ്ധതി നിലവിൽ വരും. ഈ മാറ്റം കേരളത്തിന്റെ തൊഴിലുറപ്പ് രംഗത്തൊരു പുതിയ അധ്യായം തുറക്കുന്നു. VBG റാംജി പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരള പതിപ്പാണ്. കേന്ദ്ര സർക്കാർ 60% തുകയും സംസ്ഥാന സർക്കാർ 40% തുകയും വഹിക്കുന്ന സംയുക്ത പദ്ധതിയായിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. പുതിയ ബജറ്റിൽ സംസ്ഥാന വിഹിതമായി 1422 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ വലിയ തുക നീക്കിവെക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ്. കേന്ദ്ര വിഹിതം വൈകുന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാനം സ്വന്തം ഫണ്ടിൽ നിന്ന് തൊഴിലാളികൾക്ക് വേതനം നൽകുന്ന രീതി തുടരും. VBG റാംജി പദ്ധതി വരുന്നതോടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടാനും വേതനം വർദ്ധിപ്പിക്കാനും ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സംസ്ഥാനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാനും നടപ്പിലാക്കാനും ഈ മാതൃക സഹായിക്കും. പുതിയ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വേതന വർധനവാണ്. നിലവിൽ കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം 341 രൂപയാണ്. കേന്ദ്ര സർക്കാർ ഓരോ വർഷവും ഈ വേതനം പരിഷ്കരിക്കാറുണ്ട്. VBG റാംജി പദ്ധതി പ്രകാരം സംസ്ഥാനം സ്വന്തമായി വേതനം നിശ്ചയിക്കുന്നതിന് അധികാരം ലഭിക്കും. കേരളത്തിലെ ഉയർന്ന ജീവിത ചെലവ് കണക്കിലെടുത്ത് വേതനം ഗണ്യമായി ഉയർത്താനുള്ള സാധ്യതയാണ് ഇത് തുറക്കുന്നത്. 400 രൂപയോ അതിൽ കൂടുതലോ ആക്കി വേതനം ഉയർത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. വേതനം വർദ്ധിപ്പിക്കുന്നത് തൊഴിലാളികളുടെ കുടുംബ വരുമാനം മെച്ചപ്പെടുത്തും. കൃഷി ഇല്ലാത്ത കാലത്ത് ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്കും പ്രായമായവർക്കും ഇത് വലിയ സാമ്പത്തിക സുരക്ഷ നൽകും. വേതനം കൃത്യമായി ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കുന്ന സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. വേതനം വൈകുന്നത് തടയുന്നതിന് സംസ്ഥാന ട്രഷറിയിൽ പ്രത്യേക ഫണ്ട് റിസർവ് ചെയ്യും. തൊഴിൽ ദിനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങളുണ്ട്. കേന്ദ്ര പദ്ധതി പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കുടുംബത്തിന് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നതാണ് നിയമം. കേരളത്തിൽ മഴക്കാലം, കടുത്ത വേനൽ, പ്രളയം തുടങ്ങിയ കാരണങ്ങളാൽ പലപ്പോഴും 100 ദിവസം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. VBG റാംജി പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് തൊഴിൽ ദിനങ്ങൾ 150 ദിവസം വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കും. പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രകൃതി ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിൽ 200 ദിവസം വരെ തൊഴിൽ നൽകുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട്. തൊഴിൽ ദിനങ്ങൾ കൂട്ടുന്നതോടെ ഒരു കുടുംബത്തിന് വർഷം മുഴുവൻ ചെറിയതെങ്കിലും സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും. ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. തൊഴിൽ കാർഡുള്ള എല്ലാ കുടുംബത്തിനും ആവശ്യാനുസരണം തൊഴിൽ ലഭ്യമാക്കുന്നതിന് ജോലി ഷെഡ്യൂൾ കൂടുതൽ കാര്യക്ഷമമാക്കും. പദ്ധതിയുടെ പ്രവർത്തന മേഖലകളിലും വലിയ മാറ്റങ്ങൾ വന്നു. നേരത്തെ റോഡ് നിർമ്മാണം, കനാൽ വൃത്തിയാക്കൽ, മരങ്ങൾ നടൽ തുടങ്ങിയ പരമ്പരാഗത ജോലികൾ മാത്രമായിരുന്നു പ്രധാനം. പുതിയ പദ്ധതി പ്രകാരം കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും. ജലസംരക്ഷണത്തിലുള്ള കുളങ്ങൾ, കിണറുകൾ, ചെക്ക് ഡാം എന്നിവ നിർമ്മിക്കും. മണ്ണ് സംരക്ഷണത്തിലുള്ള ടെറസിംഗ്, കോണ്ടൂർ ബണ്ടിംഗ് എന്നിവ കൂടുതൽ വ്യാപകമാക്കും. കാർഷിക മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും. കർഷകരുടെ വയലുകളിൽ മണ്ണ് സംരക്ഷണ പ്രവർത്തികൾ, ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ, കൃഷിയിടങ്ങളിലെ റോഡുകൾ എന്നിവ തൊഴിലുറപ്പ് വഴി ചെയ്യും. തീരദേശ മേഖലകളിൽ കടലാക്രമണം തടയുന്നതിനുള്ള ജൈവേലികൾ, മൺതിട്ടകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. നഗരങ്ങളോട് ചേർന്ന പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണം, ഹരിതവൽക്കരണം തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് തൊഴിലുറപ്പ് വ്യാപിപ്പിക്കും. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതാണ് VBG റാംജി പദ്ധതിയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം. കേരളത്തിൽ തൊഴിലുറപ്പിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 90% മുകളിലാണ്. ഈ നേട്ടം കൂടുതൽ ഉറപ്പിക്കും. സ്ത്രീകൾക്ക് അനുയോജ്യമായ ജോലികൾ കൂടുതൽ സൃഷ്ടിക്കും. മാതൃശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, അങ്കണവാടികളോട് ചേർന്ന പോഷകാഹാര തോട്ടങ്ങൾ,
കുടുംബശ്രീയുമായി ചേർന്നിട്ടുള്ള ഉൽപാദന പ്രവർത്തനങ്ങൾ എന്നിവയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യങ്ങളും കുറഞ്ഞ ജോലി സമയം അനുവദിക്കും. ജോലി സ്ഥലത്ത് കുട്ടികൾക്കുള്ള ക്രച്ച് സൗകര്യം എല്ലായിടത്തും ഉറപ്പാക്കും. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് വനിതാ മേറ്റുമാരുടെ എണ്ണം കൂട്ടും. സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ഡിജിറ്റൽ പണമിടപാട് നടത്തുന്നതിനും പരിശീലനം നൽകും. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം VBG റാംജി പദ്ധതിയുടെ മുഖമുദ്രയായിരിക്കും. ഹാജർ രേഖപ്പെടുത്തുന്നതിന് ബയോമെട്രിക് സംവിധാനം എല്ലാ വർക്ക് സൈറ്റിലും നിർബന്ധമാക്കും. ജിയോ ടാഗിംഗ് വഴി ഓരോ പ്രവൃത്തിയുടെയും സ്ഥാനവും പുരോഗതിയും നേരിട്ട് നിരീക്ഷിക്കും. തൊഴിലാളികൾക്ക് അവരുടെ ഹാജരും വേതനവും മൊബൈൽ ആപ്പ് വഴി പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കും. പണം വിതരണം പൂർണ്ണമായും ഡയറക്ട് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ വഴിയായിരിക്കും. ഇടനിലക്കാർക്ക് ഇടമില്ലാതെ തുക നേരിട്ട് അക്കൗണ്ടിലെത്തും. പദ്ധതിയുടെ മുഴുവൻ പ്രവർത്തനവും സുതാര്യമാക്കുന്നതിന് ഓൺലൈൻ പോർട്ടൽ ശക്തിപ്പെടുത്തും. സാമൂഹ്യ ഓഡിറ്റ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും. ഓരോ ഗ്രാമപഞ്ചായത്തിലും വർഷത്തിൽ 2 തവണ സാമൂഹ്യ ഓഡിറ്റ് നടത്തി പദ്ധതിയുടെ ഗുണനിലവാരം വിലയിരുത്തും. തട്ടിപ്പും അഴിമതിയും കണ്ടെത്തുന്നതിന് കർശന നടപടി സ്വീകരിക്കും. തൊഴിലുറപ്പ് കാർഡ് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കും. കുടുംബത്തിലെ മുതിർന്ന ആർക്കും വാർഡ് മെമ്പറുടെയോ പഞ്ചായത്ത് ഓഫീസിന്റെയോ മുമ്പിൽ അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ ജോബ് കാർഡ് ലഭിക്കും. കാർഡ് ലഭിച്ചാൽ മതി ജോലി ആവശ്യപ്പെടാൻ. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിൽ അലവൻസ് നൽകേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. ഈ നിയമം കർശനമായി നടപ്പിലാക്കും. ജോലി ആവശ്യപ്പെടുന്നതിനും ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തും. മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് അയച്ചാലും ജോലി ആവശ്യം രജിസ്റ്റർ ചെയ്യാം. വർക്ക് സൈറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. കുടിവെള്ളം, തണൽ, പ്രഥമ ശുശ്രൂഷപ്പെട്ടി, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ കേന്ദ്രം എന്നിവ നിർബന്ധമാക്കും. തൊഴിലാളികൾക്ക് സൗജന്യമായി ഉപകരണങ്ങൾ നൽകും. അപകട ഇൻഷുറൻസ് പരിരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തും. പുതിയ പദ്ധതിയുടെ ഫണ്ട് മാനേജ്മെന്റിൽ വലിയ മാറ്റം വരും. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വൈകുന്നതാണ് നേരത്തെ തൊഴിലുറപ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സംസ്ഥാനം 40% വിഹിതം നൽകുന്നതിന് പുറമെ കേന്ദ്ര വിഹിതം മുടങ്ങിയാൽ അതും മുൻകൂറായി നൽകുന്ന രീതി തുടരും. 1422 കോടി രൂപ സംസ്ഥാന വിഹിതം ബജറ്റിൽ വകയിരുത്തിയത് ഇതിന്റെ ഉറപ്പിന്റെ ഭാഗമാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ട് നേരിട്ട് ലഭിക്കുന്ന സംവിധാനം ശക്തിപ്പെടുത്തും. ഓരോ പഞ്ചായത്തിനും വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാർഷിക ലേബർ ബജറ്റ് തയ്യാറാക്കി ഫണ്ട് അനുവദിക്കും. ഇത് പദ്ധതികൾ സമയത്ത് തുടങ്ങാനും തൊഴിൽ കൃത്യമായി നൽകാനും സഹായിക്കും. പഞ്ചായത്തുകൾക്ക് തൊഴിലുറപ്പ് ഫണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിയമം കർശനമായി നടപ്പിലാക്കും. VBG റാംജി പദ്ധതി കേരളത്തിന്റെ തൊഴിലുറപ്പ് ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. കേന്ദ്ര പദ്ധതിയുടെ പരിമിതികൾ മറികടന്ന് സംസ്ഥാനത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതി രൂപകൽപ്പന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇത് നൽകുന്നു. ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഗ്രാമീണാടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിനും ഈ പദ്ധതി വലിയ പങ്ക് വഹിക്കും. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കും കർഷക തൊഴിലാളികൾക്കും ഈ പദ്ധതി വഴി വർഷം മുഴുവൻ വരുമാനം ലഭിക്കും. തൊഴിലുറപ്പ് വെറും വേതനം നൽകുന്ന പദ്ധതിയായി മാറാതെ ഗ്രാമവികസനത്തിന്റെ ശക്തമായ ഉപകരണമായി മാറും. ജലസംരക്ഷണവും മണ്ണ് സംരക്ഷണവും വഴി കൃഷി മെച്ചപ്പെടുത്തും. ഹരിതവൽക്കരണം വഴി പരിസ്ഥിതി സംരക്ഷിക്കും. റോഡുകളും കെട്ടിടങ്ങളും വഴി ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യം ഉയർത്തും. VBG റാംജി പദ്ധതി ജൂലൈ 1 മുതൽ പൂർണ്ണമായും നിലവിൽ വരും. അതിനു മുമ്പ് എല്ലാ പഞ്ചായത്തുകളിലും ജീവനക്കാർക്ക് പരിശീലനം നൽകും. തൊഴിലാളികൾക്ക് അവബോധ ക്ലാസുകൾ സംഘടിപ്പിക്കും. പുതിയ നിയമങ്ങളും അവകാശങ്ങളും എല്ലാവരിലേക്കും എത്തിക്കും. കേരളം എപ്പോഴും ക്ഷേമത്തിലും തൊഴിലുറപ്പ് നടത്തിപ്പിലും മാതൃകയാണ്. ആ പാരമ്പര്യം VBG റാംജി പദ്ധതി വഴി കൂടുതൽ ശക്തിപ്പെടും. ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഈ പദ്ധതി ഒരു വലിയ കൈത്താങ്ങായി മാറും. സർക്കാരും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കേരളത്തിലെ ഒരു കുടുംബവും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരില്ല. തൊഴിലുറപ്പ് വഴി ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാകുന്ന കേരള മോഡൽ വികസനം യാഥാർത്ഥ്യമാകും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.